15 years ഓഫ് എന്തിരൻ. എന്തിരനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. ഒരു എന്തിരന്റെ ഒരു പഴയ ഓർമ്മയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓർമ്മയിൽ ഒരു എന്തിരൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തിന് റേറ്റ് ഇന്ന് 15 വർഷമാവുകയാണ്. തമിഴ് സിനിമയ്ക്കും സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്കും മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു എന്തിരൻ. കേരളത്തിലുള്ളവർക്ക് എന്തിനും മറ്റൊരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ 1996-നും 2002-നും ഇടയിൽ ജനിച്ച പലരും ആദ്യമായി തിയേറ്ററിൽ കണ്ട തമിഴ് ചിത്രം എന്തിരനായിരിക്കും. തമിഴ് ചിത്രം എന്നല്ല, അന്യഭാഷാ ചിത്രവും എന്തിരൻ തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അടിയിലൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് എന്തിരനിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ്. ശിവാജി എന്ന ബ്രഹ്മാണ്ഡ വിജയത്തിന് ശേഷം രജനീകാന്ത്, ശങ്കർ, AR റഹ്മാൻ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമായിരുന്നു എന്തിരൻ. എന്തിരന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അയങ്കരൻ ഇന്റർനാഷണൽസ് ആയിരുന്നു. പക്ഷേ അവർ ചിത്രീകരണം തുടങ്ങിയതിന് ശേഷം ഈ ബഡ്ജറ്റ് അവർക്ക് താങ്ങില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുകയായിരുന്നു. പിന്നീട് സൺ പിക്ചേഴ്സ് ചിത്രം ടേക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. എന്തിരന്റെ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതായിരുന്നു. ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത് അങ്ങ് മലേഷ്യയിലായിരുന്നു. ട്രെയിലർ ലോഞ്ച് ചെന്നൈയിൽ തന്നെയായിരുന്നു. ഒരു എന്തിരൻ ഇറങ്ങുന്നതിന് ഒരു 3 ആഴ്ച മുമ്പ് തുടങ്ങിയ ഒരു എന്തിരൻ ഫീവർ എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയ അത്ര സജീവമല്ല, സോഷ്യൽ മീഡിയ ഒന്നും അത്രയ്ക്ക് ഇല്ല. ആ സമയത്ത് സൺ നെറ്റ്വർക്കിന്റെ എല്ലാ ചാനലിലും എന്തിരന്റെ പ്രൊമോ ആയിരുന്നു. സൺ TV, KTV, സൺ മ്യൂസിക്, സൂര്യ TV, ഇന്നത്തെ സൂര്യ മൂവീസ്, അന്നത്തെ കിരൺ TV, ഇതിലെല്ലാം പ്രൊമോ ആയിരുന്നു. അന്നേരം ഈ പ്രൊമോ കാണാൻ വേണ്ടി പരസ്യം വന്നാലും ചാനൽ മാറ്റാതെ ആ പ്രൊമോ എന്തിരന്റെ കാണാൻ വേണ്ടി കാത്തിരുന്നവരായിരുന്നു പലരും. അങ്ങനെ പടം ഇറങ്ങി. വമ്പൻ ഹൈപ്പിൽ തന്നെ എന്തിരനെത്തി. എന്തിരൻ ഇറങ്ങുമ്പോൾ ഞാൻ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അന്നേരം എന്തിരൻ എല്ലാ സ്കൂളുകളും ഭയങ്കര ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. ഞാൻ ചിത്രം ഇറങ്ങി ആദ്യത്തെ ഞായറാഴ്ചയാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞിരുന്നു എല്ലാ കൂട്ടുകാരോടൊക്കെ ഞായറാഴ്ച എന്തിനും കാണാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ തിങ്കളാഴ്ച വരുമ്പോൾ കഥ പറയണം എന്നുള്ള ഇതായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഞായറാഴ്ച എന്തിനും കണ്ട് തിരിച്ച് സ്കൂളിലെത്തുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാവരും ഒരു അത്ഭുതത്തോടെ നോക്കുന്ന. അവൻ എന്തിനും കണ്ട് എന്തിരന്റെ കഥ എന്താ, രാവിലത്തെ ഇന്റർവെല്ല്, അങ്ങനെ ഉച്ചക്കത്തെ ഇന്റർവെല്ല്, വൈകുന്നേരം വരെ എല്ലാവരും വന്ന് എന്തിരനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ എന്തിരന്റെ ഓർമ്മകൾ. എന്തിരന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ ആദ്യമായി 10 കോടി ആദ്യ ദിവസം നേടിയ ചിത്രമായിരുന്നു എന്തിരൻ. കേരളത്തിൽ ആദ്യമായി ഒരു അന്യഭാഷ ചിത്രം ആദ്യത്തെ ദിവസം 1 കോടി നേടിയ ചിത്രവും എന്തിരനായിരുന്നു. അതുപോലെ ഫൈനൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ ആദ്യമായി 100 കോടി നേടിയ ചിത്രമായിരുന്നു എന്തിരൻ. കേരളത്തിൽ ആദ്യമായി 10 കോടി തുടങ്ങി 15 കോടി വരെയാണ് എന്തിരൻ കേരളത്തിൽ നിന്നും നേടിയത്. ആദ്യമായാണ് ഒരു അന്യഭാഷാ ചിത്രം കേരളത്തിൽ 10 കോടിയും 15 കോടിയും നേടിയത്. അതുപോലെ തെലുങ്കിലേക്ക് പോവുകയാണ്. തെലുങ്കിൽ നിന്ന് ആദ്യമായാണ് ഒരു ഡബ് മൂവി 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതും ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവും എന്തിരൻ തന്നെയായിരുന്നു തെലുങ്കിൽ. ഓവർസീസിൽ ആദ്യമായി 50 കോടിക്ക് മുകളിൽ നേടിയ സൗത്ത് ഇന്ത്യൻ ചിത്രമായിരുന്നു എന്തിരൻ. ആ വർഷത്തെ ഇന്ത്യൻ ഇയർ ടോപ്പർ ആയിരുന്നു എന്തിരൻ. ഏകദേശം വേൾഡ് വൈഡിൽ 300 കോടിക്കടുത്ത് ചിത്രം സ്വന്തമാക്കിയിരുന്നു. പിന്നീട് എന്തിരന്റെ രണ്ടാം ഭാഗമായി 2.0 വന്നെങ്കിലും എന്തിരന്റെ ഒപ്പം എത്താൻ പോയിട്ട് അടുത്ത് പോലും എത്താൻ അതിന് കഴിഞ്ഞിരുന്നില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ 600 കോടിയൊക്കെ നേടി പല റെക്കോർഡ് ഇട്ടെങ്കിലും സിനിമ വെച്ച് നോക്കുമ്പോൾ എന്തിരന്റെ അടുത്ത് പോലും എന്തിരൻ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ എന്തിരൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തിരന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലെ അടുത്ത സിനിമയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.